ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൽ സ്വപ്നം കാണാൻ പറ്റാത്തൊരു ബിസിനസ് ഡീല് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഒരു കമ്പനി, അല്ലെങ്കിൽ നമ്മൾ തുറന്നു തന്നെ പറയാം, ആമസോൺ പ്രൈം എന്ന് പറയുന്ന കമ്പനി എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് 50 കോടി രൂപയാണ് ആഫ്റ്റർ റിലീസിന് ശേഷം അവർക്ക് സ്ട്രീം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പൈസ. എന്ന് വെച്ചാൽ ഒ ടി ടി റൈറ്റ്സ് ആഫ്റ്റർ റിലീസ് റൈറ്റ്സ് കൊടുക്കുന്നത് 50 ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ ഓഫർ കൊടുത്തത്. എന്നിട്ട് അവരിതുവരെ ഡീല് സമ്മതിച്ചിട്ടില്ല എമ്പുരാൻ ടീം എന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ 50 കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത ഓഫർ കൂടി 60-70 രൂപയ്ക്കൊക്കെ, അല്ലെങ്കിൽ ഒരു 75 രൂപയ്ക്കൊക്കെ ഒ ടി ടി റൈറ്റ്സ് ഇത് എമ്പുരാൻ്റെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഒരു 75 കോടി രൂപ കവർ ചെയ്യാൻ 250 കോടി രൂപ കളക്ഷൻ നേടിയാൽ തന്നെ തിയേറ്ററിൽ നിന്നും പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അതർ ബിസിനസ് എല്ലാം കൂടി ചേർത്ത് ഒരു 200 കോടി രൂപ തന്നെ കളക്ട് ചെയ്താൽ തിയേറ്റർ കളക്ഷൻ കിട്ടിയാൽ തന്നെ ഈ സിനിമ ബ്രേക്ക് ഈവൻ ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു സിനിമ, ഇത്രയും വലിയൊരു സിനിമ വന്നിട്ട് ബിസിനസ് ചെയ്യാൻ അറിയാമെന്നുള്ള ടീമിൻ്റെ കിട്ടിയപ്പോഴാണ് ഈ സിനിമയ്ക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ എത്തുന്നത്. കാരണം നമ്മൾ പോലും വിചാരിച്ചില്ല 50 കോടി രൂപയ്ക്ക് ഒ ടി ടി റൈറ്റ്സ് മാത്രം പോകുമെന്ന്. ഇനി ഈ സിനിമ വലിയ ഹിറ്റാവുകയാണെങ്കിൽ അടുത്ത തെലുങ്കിലോട്ടും ഹിന്ദിയിലോട്ടും ഒക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് നേരത്തെ തന്നെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ഇതിൽ ചിരഞ്ജീവിയൊക്കെ എടുത്ത് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പം തേർഡ് പാർട്ടി ഇനി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട്, കാരണം അവിടെ ആ സിനിമ അത്ര വലിയ വിജയമായിട്ടില്ല. അപ്പം ഈ സിനിമയെന്ന് പറയുന്നത് മലയാളികൾക്ക് ഈ നമ്മുടെ ലൂസിഫർ കണ്ടു കഴിഞ്ഞതിന് ശേഷം അത്രയ്ക്കും പിരികേറി നിൽക്കുകയാണ്. അടുത്ത് എന്താവും, എമ്പുരാൻ എന്താണ്, എബ്രഹാം ഖുറേഷി ആരാണ്, സ്റ്റീഫൻ നെടുമ്പള്ളി എവിടെ പോയി, അത്രയും കാലം എവിടെ പോയിരുന്നു, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ എന്താണ്, പൃഥ്വിരാജിന് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിൽ എന്താണ് പ്രാധാന്യം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഈ 50 കോടി രൂപ എന്ന് വെച്ചാൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ലിസ്റ്റിൽ തന്നെ ഇത് ടോപ്പിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഈ 50 കോടി രൂപ ഒ ടി ടി റൈറ്റ്സ് ആമസോൺ പ്രൈം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒരു 60-70 കോടി രൂപയ്ക്ക് തന്നെ ഇതിൻ്റെ ഒ ടി ടി റൈറ്റ്സ് അവർ കൊടുക്കത്തുള്ളൂ. കാരണം അത്രയും ബഡ്ജറ്റ് ഉണ്ട്. 140 കോടി രൂപ ഇവരെ സാലറി കൂട്ടാന്ന് പറയുമ്പോൾ എങ്ങനെ പോലും 160-170 കോടി രൂപയുടെ ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് എത്തും. അപ്പം അങ്ങനെ ഒരു സിനിമയ്ക്ക് 50 കോടി രൂപ എന്ന് പറയുന്ന ഒ ടി ടി റൈറ്റ്സ് വലിയൊരു സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ഒ ടി ടി റൈറ്റ്സ് അല്ല. 50 കോടി രൂപയൊക്കെ കിട്ടാം. കാരണം തമിഴ് സിനിമകൾക്കൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്. തമിഴ് സിനിമകളിൽ സൂര്യനും വിജയനും സിനിമയ്ക്കൊക്കെ ആഫ്റ്റർ റിലീസ് ഒ ടി ടി റൈറ്റ്സ് ഒക്കെ 50 കോടി രൂപയ്ക്ക് മുകളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളക്കരയിൽ ഇതുപോലൊരു സിനിമയ്ക്ക് 50 കോടി രൂപ ഒ ടി ടി റൈറ്റ്സ് ആഫ്റ്റർ റിലീസ് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡ്രീം തന്നെയാണ്. പിന്നെ ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഇതുവരെ ഉള്ളതിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഒ ടി ടി റൈറ്റ്സ് കിട്ടിയത്. കാരണം അതിന് കിട്ടിയെന്ന് പറയുന്നത് ആഫ്റ്റർ റിലീസല്ല, അത് ഡയറക്റ്റ് റിലീസായിരുന്നു ആമസോൺ വഴി. എന്നിട്ട് പോലും 30 കോടി രൂപയാണ് അവർ കൊടുത്തത്. ഡയറക്റ്റ് റിലീസ് 30 കോടി രൂപ. പക്ഷേ അത് പ്രൊഡ്യൂസറിൻ്റെ പ്രോഫിറ്റ് ആയിരുന്നു. കാരണം പ്രൊഡ്യൂസർ ആശീർവാദ് സിനിമാസ് തന്നെ, എന്നാലും അവർക്ക് പ്രോഫിറ്റ് ആയിരുന്നു. കാരണം സിനിമയുടെ ബഡ്ജറ്റ് 10-15 കോടി രൂപയായിരിക്കും. അത് കവർ ചെയ്ത് തിയേറ്ററിൽ നിന്ന് വരാൻ തന്നെ 45 കോടി രൂപ കിട്ടിയാലേ 15 കോടി കവറായി വരുള്ളൂ. അപ്പോൾ ഇവർക്ക് 30 കോടി രൂപ കിട്ടുന്ന പറഞ്ഞാൽ 15 കോടി രൂപ ഡയറക്റ്റ് പ്രോഫിറ്റാണ്. ഒരു എത്ര കോടി രൂപ, 30 കോടി രൂപ, 15 കോടി രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവർക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ ഈ സിനിമ എത്ര കോടി രൂപ ഓടിയാലായിരിക്കും 15 കോടി രൂപ പ്രോഫിറ്റ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം 60 കോടി രൂപയാണ് തിയേറ്റർ, 120 കോടിയാണ് കളക്ഷനെങ്കിൽ മാത്രമേ ഈ 15 കോടി രൂപ വരെ പ്രോഫിറ്റ് അവർക്ക് കിട്ടുള്ളൂ. കാരണം 30 കോടിയാണ് ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് 15 കോടി കവർ ചെയ്ത് വരാൻ തന്നെ 45 കോടി രൂപ വേണം. അടുത്ത ബാക്കി 45 കോടി രൂപ കളക്ട് ചെയ്തിട്ട് 90 കോടി ആയാൽ മാത്രമേ ഈ 15 കോടി രൂപ ലാഭം കിട്ടുള്ളൂ. അപ്പം അവർ റിസ്ക് എടുക്കാമെന്നൊന്നും എല്ലാവരും കരുതിയിട്ട് കൊടുത്തു. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ ഇത് 100-150 നിൽക്കില്ല. കാരണം അത്രയ്ക്കും ക്വാളിറ്റിയുള്ള സിനിമയാണ് ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ. അപ്പം എമ്പുരാന് വേണ്ടി ഒരു ടീം ആമസോൺ പ്രൈം 50 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സിനിമ എന്തായാലും കണ്ടു കാണും. ആ സിനിമയിൽ അവർക്ക് വിശ്വാസം തോന്നി കാണും. അല്ലാതെ അവർ 50 കോടി രൂപയൊന്നും ഒരു സിനിമയ്ക്കും ചുമ്മാ എടുത്ത് കൊടുക്കൂല. മാത്രമല്ല മോഹൻലാലിൻ്റെ മാർക്കറ്റ് ഇപ്പം കുറച്ച് ഡിമ്മായിട്ട് നിൽക്കുന്ന സമയമാണ്. എന്നിരുന്നാൽ പോലും അവർ എമ്പുരാന് കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്നത് ലൂസിഫർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കാരണമാണ്. അപ്പം നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഇതുപോലൊരു ബിസിനസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇതുപോലെ ഒരു ബിസിനസ് നടന്നു എന്ന് നമുക്ക് ഒരു കിംവദന്തിയെങ്കിലും അവസാനമായിട്ട് ലഭിച്ചത് മരക്കാർ അറബിക്കളുടെ സിംഹമാണ്. 100 കോടി രൂപ പ്രീ റിലീസ് ബിസിനസ്സിൽ കൂടെ നേടിയെടുത്തു എന്ന് അവർ സിനിമയുടെ റിലീസിൻ്റെ അന്ന് എല്ലാ പത്രത്തിൽ കൂടെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അത് വെറും പ്രൊമോഷൻ ടാക്ടിക്സ് ആയിരുന്നു. അപ്പോൾ ഇതും അങ്ങനെയാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം എല്ലാവരും
നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും ന്യൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ പറഞ്ഞതിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. 50 കോടി രൂപ ഒരു ബിസിനസ് നടന്നു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ മാർക്കറ്റ് ഉയരും. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.